മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്ക് സമീപം തൊഴുക്കൽ സ്വദേശി സുവിശേഷകൻ സാബുലാലിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. 14 വയസ്സ് മുതൽ 33 വയസ്സ് വരെ നിരവധി ആയോധന കലകളിൽ പ്രാവീണ്യം നേടുകയും നിരവധിയായ ആയോധന കലകളുടെ പരിശീലകനായി ജീവിതം തുടർന്ന് ദൈവനിഷേധിയായി ജീവിച്ച് ജീവിതം തകർന്നുപോയ അവസ്ഥയിൽ നിന്നും കർത്താവിൻ്റെ കരം പിടിച്ച് പുതുജീവിതം സ്വന്തമാക്കിയ വ്യക്തിയാണ് സാബുലാൽ. പ്രൈസ് ഗോഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സാക്ഷ്യവുമായി നിങ്ങളോട് ഒപ്പമായിരിക്കാൻ ദൈവം ഒരുക്കാൻ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പകലിൽ എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പേര് സാബു എന്നാണ്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയിൽ തൊഴുക്കൽ എന്ന് പറയുന്ന ദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട, ക്രിസ്തീയ പശ്ചാത്തലത്തിൽ വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് പപ്പ, അമ്മ, ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. അങ്ങനെ ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട, പ്രത്യേകിച്ച് വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ കുടുങ്ങി ലോകപരമായ ജീവിതം നയിക്കുകയും കുഞ്ഞുപ്രായത്തിൽ തന്നെ ആയോധന കലകളുമായിട്ട് വളരെ താല്പര്യമുള്ളതിനാൽ ആയോധന കലകളിലേക്ക് പഠിക്കുവാൻ അതിനുവേണ്ടി താല്പര്യപ്പെടുകയും അങ്ങനെ പലതും പഠിച്ച് മുൻപോട്ട് പോകുന്ന സമയത്ത് പ്രൊഫഷണലായി കരാട്ട ഫീൽഡിൽ തന്നെ ഏകദേശം 14 വയസ്സ് മുതൽ 33 വയസ്സ് വരെയും തുടരുകയും 3rd and ബ്ലാക്ക് ബെൽറ്റ് വരെയൊക്കെ എടുത്ത് ഒത്തിരി പേരെ പഠിപ്പിച്ച് ഒത്തിരി ക്ലാസ്സുകളൊക്കെ ഇട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ലോകപ്രകാരം ജീവിക്കുന്ന സമയങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ യാദൃച്ഛികമായി എൻ്റെ കുടുംബത്തിനകത്ത് പെട്ടെന്ന് എൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെടുവാനിടയായി തീർന്നു. ഞങ്ങൾ ആൺമക്കളൊക്കെയും മാതാപിതാക്കൾ ആഗ്രഹിച്ചതുപോലല്ല, അല്ലെങ്കിൽ ദൈവവചനം പറയുന്നത് പോലല്ല ഞങ്ങൾ ദൈവവചനം വായിക്കാറില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലോകപരമായി ജീവിച്ചു വന്ന സാഹചര്യത്തിൽ തന്നെ ക്രിസ്തീയ ജീവിതത്തിനോട് വലിയ താല്പര്യമില്ലാത്തതിനാലും ശ്രീനാരായണ ഗുരുവിനെ ജീവിതത്തിൽ ദൈവമായി സ്വീകരിക്കുകയും ചെയ്ത് ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൊക്കെയാണ് എൻ്റെ കുടുംബത്തിനകത്ത് പെട്ടെന്ന് ഒരനർത്ഥം കടന്നു വരുന്നത്. ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ആ സാഹചര്യങ്ങൾ എൻ്റെ മാതാവിനെ വല്ലാണ്ട് വേദനിപ്പിച്ചു, ഞങ്ങളെല്ലാവരെയും വേദനിപ്പിച്ചു. എങ്കിലും തുടർന്നും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ദൈവ ഇഷ്ടപ്രകാരം എന്തെന്നറിയുകയോ അതിനനുസരിച്ച് ജീവിക്കുക കഴിഞ്ഞില്ല. എങ്കിലും പള്ളിയിൽ പോകാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞായറാഴ്ച ദിനങ്ങളിൽ പള്ളിയിൽ പോകും. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ പോകാൻ പറ്റാറുമില്ല. എൻ്റെ അമ്മ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അമ്മ നല്ലവണ്ണം പ്രാർത്ഥിക്കും. അമ്മ ഒത്തിരി ബൈബിള് വായിക്കും, ദൈവവചന പ്രകാരം ജീവിക്കും. ജ്യേഷ്ഠൻ്റെ മരണത്തിന് ശേഷം അമ്മ ഒരു ദിവസം വളരെ വേദനയോടുകൂടി ഇരിക്കുന്ന സമയത്ത് പ്രത്യേകാൽ ഒരു അഭിഷിക്തനെ കണ്ടുമുട്ടുകയും ആ അഭിഷിക്തൻ എൻ്റെ അമ്മയോട് സത്യസുവിശേഷം പറയുകയും ചെയ്തു. യാദർച്ഛികമായി തന്നെ സഭയിലെ നല്ല കാര്യങ്ങൾക്കൊക്കെയും പങ്കെടുത്ത ഒരു പ്രാർത്ഥനാ സംഘടനയുടെ ലീഡറായൊക്കെ എൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിലും ആധികാരികമായ ദൈവവചനം ഒരു ദൈവദാസൻ പറഞ്ഞു കൊടുത്തത് മുഖാന്തരം അമ്മയ്ക്ക് ചില വചനത്തിൻ്റെ സത്യങ്ങൾ ബൈബിളിൽ നിന്ന് മനസ്സിലാവുകയും അമ്മ വീണ്ടും അത് വായിച്ച് അത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ആ ദൈവദാസൻ പറഞ്ഞു തന്ന വചനങ്ങൾ വളരെ സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ആമീൻ എൻ്റെ അമ്മ ഒരാത്മീക കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ ആരും അറിയാതെ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. അമ്മ ആത്മീക കൂട്ടായ്മയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഓരോ ദിവസങ്ങളിലും കുടുംബത്തിനകത്ത് അസമാധാനങ്ങളും ഈ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളും വർദ്ധിച്ചു വന്നു. ഈ സാഹചര്യത്തിൻ്റെ ഇടയിൽ എൻ്റെ വിവാഹം നടന്നു. എൻ്റെ കുടുംബജീവിതത്തിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുവാനിടയായി തീർന്നു. സ്നേഹിക്കേണ്ടതുപോലെ ഭാര്യയെ സ്നേഹിക്കുവാനോ കരുതുവാനോ കഴിയാതെ ഈ ലോകമോഹത്തിൽ അകപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ അമ്മ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഭാര്യ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ക്രിസ്തീയ മേഖലയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ അത്ര മുൻപോട്ട് പോകുവാൻ എൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ചകളെ ഓർത്ത് എൻ്റെ അമ്മ കണ്ണുനീരോടെ രാത്രികളൊക്കെയും പകലാക്കി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന
പ്രാർത്ഥനാ ജീവിതം എൻ്റെ അമ്മയ്ക്ക് ലഭിച്ചു. അമ്മ ഞങ്ങളൊന്നും അറിയാതെ തന്നെ അമ്മ പോയി യേശുവിനെ ജലത്തിൽ മുഴുകി സ്നാനപ്പെടുകയും യേശു കർത്താവിനെ ജീവിതത്തിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു. ക്രമേണ അമ്മയുടെ ആരാധനയിൽ മാറ്റം വന്നു, പ്രാർത്ഥനയ്ക്ക് മാറ്റം വന്നു, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ മാറ്റം വന്നു. അമ്മ രാത്രികളിൽ വീണ്ടും തുറന്നും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അമ്മ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു നല്ല സ്വഭാവം അമ്മയ്ക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. മൂത്ത ജ്യേഷ്ഠൻ നല്ലവണ്ണം മദ്യപിക്കുമായിരുന്നു. ഒത്തിരി അടിപിടി കേസുകൾക്കൊക്കെ മൂത്ത ജ്യേഷ്ഠനും അകപ്പെട്ടു. ചേട്ടൻ്റെ മരണത്തിന് ശേഷം ഞാനും പോലീസ് കേസുകൾക്കൊക്കെ അകപ്പെടുകയും അനാവശ്യമായ കാര്യങ്ങൾക്കൊക്കെ ചെന്നിടപെട്ട് ഒത്തിരി അസമാധാനങ്ങൾ കുടുംബത്തിൽ വന്നു. കുടുംബജീവിതത്തിൽ വളരെ പ്രശ്നങ്ങൾ കടന്നു വന്നു. എൻ്റെ ഭാര്യ പലവട്ടം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും ഞങ്ങൾ പലവട്ടം പിണങ്ങി ഇനി ഒരുമിച്ച് ജീവിക്കണ്ട എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഇതിൻ്റെ ഇടയിൽ എനിക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം നൽകുവാനിടയായി തീർന്നു. 3 കുഞ്ഞുങ്ങളെയും പല സാഹചര്യങ്ങളിലും അവരെയും ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാൻ, അല്ലെങ്കിൽ മക്കൾ വേണ്ട എന്നൊരു ചിന്താഗതിയിലേക്ക് ഞാനും മാറ്റപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമ്മ ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം ഞാൻ ഒത്തിരി അമ്മയെ വഴക്ക് പറയുമായിരുന്നു. അമ്മ എന്നെ കാണാതെയാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ അമ്മയുടെ വീട്ടിൽ നിന്നാണ് വളർന്നതുകൊണ്ട് ഇവിടെ മൂത്ത ചേട്ടനും ഞാനും ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ്റെ മരണത്തിന് ശേഷം ഞാനും ചേച്ചിയുമാണ് അമ്മയോട് കൂടെ ഉണ്ടായിരുന്നത്. എന്നെ കാണാതെയാണ് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. പ്രാർത്ഥിക്കുന്ന അമ്മയെ കുറ്റം പറയാറുണ്ട്. പലപ്പോഴും യേശു വെറും ഷൂ ആണ് എന്ന് പറയാറുണ്ട്. യേശുവിനൊന്നും കഴിയത്തില്ല, യേശു ക്രൂശിൽ മരിച്ചു പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കളിയാക്കുവാറുണ്ട്. അപ്പോഴൊക്കെ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അമ്മ വചനങ്ങൾ പഠിക്കും. എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി എൻ്റെ അമ്മ വളരെ ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കുടുംബത്തിൽ ഒത്തിരി അസമാധാനങ്ങളും സങ്കടങ്ങളും കടന്നു വന്നപ്പോൾ നിരാശപ്പെട്ടു പോകാതെ, മടുത്തു പോകാതെ അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഒരു ദിവസം ഞാൻ ഒരു സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് രാത്രി 12:45 എൻ്റെ ഭവനത്തിൽ വരുന്നതുവരെയും എൻ്റെ അമ്മ എന്നെ കാത്തിരുന്നതിന് ശേഷം അമ്മ എനിക്ക് ചോറ് കോരി തന്നു. ഞാൻ ചോറ് കഴിച്ച് ഞാൻ രാത്രി കിടന്നുറങ്ങിയെന്ന് ബോധ്യമായപ്പോൾ എൻ്റെ അമ്മ സാധാരണ ചെയ്തു വരാറുള്ളതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ മധ്യഭാഗത്ത് നടുമുറിയിൽ ഒരു പേശ വിരിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ അമ്മയെ മുട്ടുകുത്തി അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മ വളരെ ശാന്തമായിട്ടാണ് അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. കാരണം അപ്പുറത്തെ റൂമിൽ ഞാൻ കിടപ്പുണ്ട്, ഞാൻ കേട്ടാൽ വഴക്ക് പറയും. പക്ഷെ അമ്മ പ്രാർത്ഥിച്ചു വന്നു. അമ്മയുടെ സങ്കടങ്ങൾ ദൈവത്തോട് പറഞ്ഞ് അമ്മ അപ്പാ എന്ന് വിളിക്കുന്നൊരു ശബ്ദം കേട്ട് പെട്ടെന്ന് ഞാൻ ഉണരുകയും ആ ശബ്ദം എന്നെ വല്ലാണ്ട് അസ്വസ്ഥതപ്പെടുത്തുകയും ചെയ്തു. ഞാൻ ഉറങ്ങിക്കിടന്ന റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ അമ്മയെ വിളിച്ചു. നിങ്ങൾക്ക് ഭ്രാന്താണോ, നിങ്ങളൊരു ഭ്രാന്തിയാണോ എന്ന് ചോദിച്ചു. അതിനു മുമ്പ് ഞാൻ കണ്ടത് എൻ്റെ അമ്മയുടെ മുമ്പിൽ ബൈബിൾ ഇരിക്കുന്നതാണ്. ആ ബൈബിളിനെ ഞാൻ ചവിട്ടി എറിഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താണോ, നിങ്ങൾ എന്തിങ്ങനെ ഭ്രാന്തിയെപ്പോലെ വിളിക്കുന്നു, നീ വിളിക്കുന്ന യേശു ഇറങ്ങി വരുമോ എന്ന് എൻ്റെ അമ്മയോട് ചോദിക്കുവാനിടയായി തീർന്നു. എൻ്റെ അമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ അമ്മയെക്കുറിച്ചൊരു സ്വഭാവം പറയുമ്പോൾ ഇന്ന് വരെ ഞങ്ങളെ ശപിക്കുകയോ പ്രാവുകയോ നീ നശിച്ചു പോവുകയോ ചെയ്യുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല. എൻ്റെ ജ്യേഷ്ഠൻ മരിക്കുന്നതിന് മുമ്പ് ഏകദേശം 30-ൽ പരം പോലീസ് കേസിൻ്റെ പ്രതിയായിരുന്നു. 26-ാമത്തെ വയസ്സിൽ എൻ്റെ ജ്യേഷ്ഠൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ പേരിൽ തന്നെ ഒത്തിരി കേസുകളുണ്ടെങ്കിലും എല്ലാം സഹിച്ചും പൊറുത്തും മക്കൾ മടങ്ങി വരുമെന്നുള്ള വിശ്വാസത്തിൽ ഒരു ശാപവാക്ക് പോലും പറയാതെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകത ഇതാണ്. ക്രിസ്തു ഉള്ളിലുള്ളവരുടെ പ്രത്യേകത ഇതാണ്. ഞാൻ തിരുവെഴുത്ത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഫിലിപ്പിയ ലേഖനം 2:5 പറയുന്ന ക്രിസ്തു യേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ഭാവം അമ്മയെ കാണുവാൻ കഴിഞ്ഞു. അന്നൊന്നും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ അന്ന് രാത്രി ഒത്തിരി വഴക്ക് പറഞ്ഞപ്പോൾ അമ്മ അതേ മുട്ടിന്മേൽ നടന്നു പോയിട്ട് ആ ബൈബിൾ എടുത്തിട്ട് എൻ്റെ അമ്മ ബൈബിളിനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ ബൈബിൾ തറയിൽ വെക്കേണ്ട സമയം നിനക്കുണ്ടാകത്തില്ല, നീ യേശുവിനെ പ്രസംഗിക്കും, നീ ഒരു പാസ്റ്ററായി നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് എൻ്റെ അമ്മ പറഞ്ഞു. അന്ന് രാത്രി ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഈ ബൈബിൾ എടുക്കേണ്ടി വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. കാരണം ഞാൻ ഏറ്റവും വെറുക്കുന്നത് ഈ ബൈബിളിനെയാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് തന്നെ 3 ജാതിയിൽ നിന്നാണ് പേരിട്ടിരിക്കുന്നത്. കാരണം ഞാൻ ശ്രീനാരായണ ഗുരുവാണ് ദൈവമെന്ന് വിശ്വസിച്ച് അമ്മയെ മുൻപോട്ട് പോയൊരു സാഹചര്യമായിരുന്നു. എൻ്റെ അമ്മ ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് മറുത്തൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ അമ്മ ഈ ബൈബിൾ എടുക്കേണ്ടി വരുമെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് അമ്മയോട് പറയുവാനിടയായി തീർന്നു.
അമ്മ രാത്രി ഒന്നും മിണ്ടിയില്ല. ഞാൻ അതേ ദേഷ്യത്തിൽ പോയി കിടന്ന് ഉറങ്ങി. രാവിലെ എണീറ്റു. പക്ഷേ എൻ്റെ ജീവിതം വല്ലാണ്ട് പ്രതിസന്ധികളിലേക്കും പ്രതികൂലങ്ങളിലേക്കും പോയി. ഒത്തിരി പ്രാവശ്യം എൻ്റെ കുടുംബജീവിതം തകർന്നു. എൻ്റെ ഭാര്യ പലവട്ടം എന്നെ ഉപേക്ഷിച്ചു പോയി. 4 പ്രാവശ്യത്തോളം അവൾ സ്വയം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എൻ്റെ ബിസിനസ്സുകൾ തകർന്നു. എൻ്റെ ബന്ധങ്ങളിലൂടെയൊക്കെ പ്രശ്നങ്ങൾ നടന്നു. ആമീൻ. ഞാനൊരു ഒറ്റപ്പെട്ടവനായി, എല്ലാ ബിസിനസ്സുകളും തകർന്ന നിരാശനായി, ആമീൻ, ഇനിയൊരു ജീവിതം മുൻപോട്ട് നയിക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് 2008 എന്ന വർഷം എൻ്റെ ജീവിതത്തിൽ, ആമീൻ, കടന്നു വരുവാനിടയായി തീർന്നു. നിരവധിയായ പരീക്ഷണങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും നടുവിലൂടെ ദൈവനിഷേധിയായി ജീവിതം തുടർന്ന സാബുലാൽ തൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടു നടന്ന മാതാവിൻ്റെ നിരന്തരമായ പ്രാർത്ഥനയാൽ ദൈവത്തെ കണ്ടുമുട്ടുകയും തുടർന്ന് ദൈവത്തിൻ്റെ സാക്ഷിയായി മാറുകയും ചെയ്തു. ജീവിതം തകർന്ന് തീർത്തും ഒറ്റപ്പെട്ടവനായി കുടുംബമായി ആത്മഹത്യ ചെയ്യുവാൻ തയ്യാറായി നിന്ന മരണനിഴലിൻ താഴ്വരയിൽ നിന്നും കരം പിടിച്ച് പുതുജീവിതത്തിലേക്ക് നടത്തിയ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഇന്ന് അനേക സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായ സാന്നിധ്യവും നേതൃത്വവും നൽകി സാബുലാൽ ജീവിതം തുടരുകയാണ്. ഈ 2007 അവസാനത്തോടു കൂടെ എൻ്റെ ജ്യേഷ്ഠൻ അമ്മയുടെ പ്രാർത്ഥനയാൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. എൻ്റെ ജ്യേഷ്ഠൻ അമ്മയോട് പറയാം, അവനോട് തർക്കിച്ചതുകൊണ്ട് കാര്യമില്ല, അവനോട് വിളിച്ചതുകൊണ്ട് കാര്യമില്ല, അമ്മ നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മയും എൻ്റെ ജ്യേഷ്ഠനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. അത് വളരെ സത്യമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യം എന്നെ യേശുവിലേക്ക് അടുപ്പിച്ചു. കുറച്ച് ദിവസം ഞാൻ ഒരു മീറ്റിങ്ങിനൊക്കെ കടന്നുപോയി. അമ്മയുടെയും ഭാര്യയുടെയും നിർബന്ധത്തിൽ കടന്നുപോയി. വീണ്ടും ഞാൻ ലോകത്തിൻ്റെ മോഹങ്ങളിൽ കുടുങ്ങി. ഒന്നിനും പോകാതെ എൻ്റെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ പോകാമെന്നൊരു സ്വാതന്ത്ര്യം കൊടുത്തു. എന്നാൽ വീണ്ടും എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നു. ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, നിന്നെ യേശുവിന് ആവശ്യമാണ്. ഞാൻ ആ ദേവദാസനെ അസഭ്യം പറഞ്ഞു. അന്ന് അദ്ദേഹത്തെ അസഭ്യം പറയാൻ കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വർഗമുണ്ട് നരകമുണ്ട്. ഞാൻ പറഞ്ഞു, പെന്തക്കോസ്തുകാരന്മാരെല്ലാം കള്ളന്മാരാണ്. ഞങ്ങളുടെ പള്ളിയിലച്ഛൻ സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചും അല്ല പഠിപ്പിക്കുന്നത്. സത്യത്തിൽ അവർ പഠിപ്പിക്കുമായിരിക്കും, അത് ഗ്രഹിക്കേണ്ട കഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം. ഞാൻ ആ ദേവദാസനോട് പറഞ്ഞു, ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിൻ്റെ കാലിനെ ഞാൻ വെട്ടിക്കളയും, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് ഞാൻ ആ ദേവദാസനെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആമേൻ. സത്യം പറഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങണമെങ്കിൽ എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ 2 പാൾ കുറഞ്ഞതുണ്ടായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചു വന്നത്. ഞാൻ പറഞ്ഞു, നിൻ്റെ കാലിന് വെട്ടിക്കളയും, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു. നിറകണ്ണുകളോടെ ആ ദൈവദാസൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹം വീട്ടിൽ പോയി ദൈവസന്നിധിയിൽ കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് നീ എന്നെ അയക്കരുത് എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു, നീ വീണ്ടും അവനെ വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിളിക്കത്തില്ല എന്ന് പറഞ്ഞു. വീണ്ടും ദൈവാത്മാവ് അദ്ദേഹത്തോട് വിളിക്കാൻ പറഞ്ഞു. എനിക്ക് ചില ആലോചനകൾ അവനോട് പറയണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ ഫോണിലൂടെ വിളിച്ചു. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഇന്ന് പകലിൽ എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന എൻ്റെ ദൈവ പൈതലേ, നിൻ്റെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രകൾക്ക്, നന്മകൾക്ക്, ആത്മീക ജീവിതങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം അനുഭവിക്കുന്നെങ്കിൽ ഒരു മാനസാന്തരം, ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിനകത്ത് അനിവാര്യമാണ്. എവിടെന്നെങ്കിലുമൊക്കെ തെറ്റി ദൈവസന്നിധിയിൽ നിന്ന് നീ തെറ്റി നിൽക്കുന്നെങ്കിൽ ഒരു മാനസാന്തരത്തോടെ മടങ്ങി വന്നാൽ മാനിക്കുന്നൊരു നല്ല കർത്താവ് നമുക്കുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല. വീണ്ടും ഞാൻ ലോകമോഹങ്ങളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയം എൻ്റെ ജീവിതത്തിൽ ഒരു വല്ലാത്ത കഷ്ടതകൾ കടന്നു വന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇത്രയും നാൾ ചെയ്ത ബിസിനസ്സുകൾ 1 2 ബിസിനസ് അല്ല ചെയ്ത്, അന്നേക്ക് ഞാൻ 8 ബിസിനസ്സുകൾ ചെയ്തിരുന്നു. 8 ബിസിനസ്സുകളും പരാജയപ്പെട്ടു. അന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മക്കളെ, ഇത്രയും ബിസിനസ്സുകൾ നീ ചെയ്തത് നിൻ്റെ ഇഷ്ടത്തിലാണ്. ഇനി ഒരു ബിസിനസ് ചെയ്യുന്നെങ്കിൽ നീ ഒരു ദൈവദാസനോട് ആലോചന ചോദിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും നിർബന്ധത്താൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ദേവദാസിൻ്റെ അടുക്കലേക്ക് പോയി. അവിടെ നടക്കുന്നൊരു ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ 10 ദിവസത്തെ പ്രയറിൻ്റെ 1ാമത്തെ ദിവസം ഞാൻ അവിടെ കടന്നുപോയി. അന്ന് രാവിലെ ഞാൻ ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിരിക്കുമ്പോൾ ഒരു കർത്താവിൻ്റെ അഭിഷിക്തൻ എന്നോട് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, താങ്കൾ ഒരു അപ്പോസ്തലനാണ്, താങ്കളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്, താങ്കൾ സഭകളെ പണിയും, താങ്കൾ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, അനവധി ശിഷ്യന്മാരെ
പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. അന്ന് ആ ദൈവദാസൻ പറഞ്ഞത് എനിക്ക് അത്ര ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അന്ന് ആ 2008 നവംബർ മാസം 10-ാം തീയതി ആ ദൈവദാസൻ പറഞ്ഞ പ്രവചനം ഈ 2026 ഈ 2-ാം മാസം നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ ആമേൻ പല സഭകൾ പണിയുവാനും അനവധി ശിഷ്യന്മാരെ പുറത്തു കൊണ്ടുവരുവാനും ഒത്തിരി ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തുവാനും ദൈവം എന്നെ കൃപയാൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് ആ ദൈവദാസൻ പറഞ്ഞത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷൻ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് ദൈവദാസന്മാരോട് ആലോചന ചോദിച്ചു. അവർ അന്ന് പറഞ്ഞു, നീ ചെയ്യുന്ന ബിസിനസ് 6 മാസങ്ങൾ വരെ നിലനിൽക്കും. 6 മാസത്തിന് ശേഷം ആ ബിസിനസ് പരാജയപ്പെടുവാനിടയായിത്തീരും. സത്യത്തിൽ എനിക്കത് കേട്ടപ്പോൾ ജീവിതത്തിൽ നിരാശ ഉണ്ടായി, എനിക്ക് സങ്കടം കൂടി വന്നു. കാരണം എൻ്റെ ബിസിനസ്സുകളെല്ലാം 6-11 മാസങ്ങൾ കഴിയുമ്പോൾ തകർന്നു പോകുവാനിടയായിത്തീരും. അതാണല്ലോ ഞാൻ വീണ്ടും കേൾക്കുന്നത്. 9ാമത് ഒരു ബിസിനസ് ആരംഭിച്ചാലും അതും തകർന്നു പോകുമെങ്കിൽ പിന്നെ എന്തിനും ബിസിനസ് ചെയ്യണം. അന്ന് എൻ്റെ മനസ്സിൽ കയറി വന്നൊരു ചിന്തയാണ്, ഇനി ജീവിക്കണ്ട, ഇനി മരിച്ചു കളയാമെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. 2008 നവംബർ മാസം 10-ാം തീയതി ഞാൻ അന്ന് വൈകിട്ട് ഞങ്ങളുടെ വീടിൽ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വളക്കടയുണ്ട്. അവിടെ പോയി ഞാൻ 2 കുപ്പി പനാമർ മേടിക്കുവാനിടയായി തീർന്നു. ഒരു കുപ്പി പനാമർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു കുപ്പി പനാമർ കൂടി ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു. അവരെനിക്ക് സംശയമില്ലാതെ എനിക്ക് ആ പനാമർ വിഷം തന്നു. 2 കുപ്പി പനാമർ വിഷവും വെച്ചിട്ട് ഞാൻ ഉറപ്പിച്ചു, ഇന്ന് രാത്രി മരിക്കും. എൻ്റെ 3 മക്കൾക്കും 1 കുപ്പി പനാമർ കൊടുത്ത് അവർ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ശേഷിക്കുന്ന 1 കുപ്പി കൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും മരിക്കാൻ ആഗ്രഹിച്ച ആ രാത്രി ഞങ്ങൾ മരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് എൻ്റെ ബെഡ്റൂമിനകത്തേക്ക് കയറുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞു, നമുക്ക് 2 പേർക്ക് മരിക്കാം, 3 കുഞ്ഞുങ്ങളെയും കൊല്ലണ്ട. അവരെ ഒരാളിനെ എൻ്റെ പിതാവിൻ്റെ കയ്യിലും ഒരാളിനെ അവളുടെ പിതാവിൻ്റെ കയ്യിലും ഒരാളിനെ എൻ്റെ അച്ചാച്ചൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് നാളത്തെ ദിവസം മരിക്കാം. ഞാനന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞില്ല, നമ്മളില്ലാത്ത ലോകത്ത് നമ്മുടെ മക്കളും വേണ്ട, അവർ മരിച്ചുവെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് മരിക്കാം. എൻ്റെ ആ ഭാര്യ ഒരാഗ്രഹം കൂടി എന്നോട് പറഞ്ഞു, മരിക്കാം, സാരമില്ല, ഒരു വാക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. പലവട്ടം ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ് എൻ്റെ ഭാര്യയെങ്കിലും അന്ന് രാത്രി ദൈവം അവളോട് ഇടപെട്ടു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അവസാനത്തെ ആഗ്രഹം പോലെ പ്രാർത്ഥിക്കാൻ പെർമിഷൻ കൊടുത്തു. ഞങ്ങൾ നിലത്തിരുന്നു. ഞാൻ നിലത്തിരുന്നു, എൻ്റെ ഭാര്യ നിലത്തിരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഭാര്യ എന്ത് പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയത്തില്ല, അത്രയ്ക്ക് പ്രാർത്ഥനാക്കാരിയല്ല അവൾ. പക്ഷേ അവൾ പ്രാർത്ഥിച്ചു. യേശു കർത്താവ് എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ കർത്താവിനെ കണ്ടു. അതിൻ്റെ രൂപം വിശദീകരിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലെ ഏറ്റവും അടുത്തൊരു മനുഷ്യൻ എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എന്തിന് കരയുന്നു എന്നുള്ളത്. എനിക്കറിയത്തില്ല. അന്ന് രാത്രി ഞാൻ കരഞ്ഞു എന്നുള്ളത് സത്യമാണ്. എന്തിന് കരയുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇന്ന് രാത്രി കൊല്ലുന്നത് കൊണ്ടാണോ അതോ മരിക്കുന്നത് കൊണ്ടാണോ എനിക്കറിയത്തില്ല. യേശു എന്നോട് പറഞ്ഞു, നീ മരിക്കേണ്ടവനല്ല, നിന്നെ എനിക്ക് വേണം. ഞാൻ ആ കരച്ചിൽ തുടർന്നു കൊണ്ടേയിരുന്നു. വീണ്ടും എന്നോട് യേശു പറഞ്ഞു, നിന്നെ എനിക്ക് വേണം. ഞാൻ തിരിച്ചു ചോദിച്ചു, നീ ആരാണ്? നിനക്കെന്നെ എന്തിനാണ്? നീ എവിടെ നിന്ന് വന്നു? നീ കതകടച്ചിട്ടിരിക്കുന്ന വീട്ടിനകത്ത് നീ എപ്പോൾ കയറി വന്നു? എനിക്കറിയത്തില്ല ഇത് ആരാണെന്ന്. ഞാൻ അന്ന് രാത്രി എൻ്റെ മുമ്പിൽ വെളിപ്പെട്ട കർത്താവുമായിട്ട് ഒത്തിരി തർക്കത്തിലായി. ഞാൻ ഇറങ്ങിപ്പോ. ഇവിടെ നിനക്ക് ആവശ്യമില്ല, നീ ആരാണെന്ന് എനിക്കറിയത്തില്ല. വീണ്ടും ആ ദൈവസാന്നിധ്യം അല്ലെങ്കിൽ ആ വ്യക്തി എന്നോട് വീണ്ടും പറഞ്ഞു, ഇല്ല, നിന്നെ വിട്ടേച്ച് ഞാൻ പോകത്തില്ല, നിന്നെ എനിക്ക് വേണം. 3 വട്ടം നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വട്ടം ഞാൻ തിരിച്ചു ചോദിച്ചു, എന്നെ നിനക്ക് എന്തിനാണ്? എൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട, എന്നെ ആർക്കും വേണ്ട. എൻ്റെ ജീവിതത്തിൽ വന്ന തകർച്ചകളും പരാജയങ്ങളും ഒക്കെ പലരുടെയും മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ഞാൻ അവരെ കുറ്റം പറയാൻ തുടങ്ങി. പക്ഷേ എന്നോട് ആ കർത്താവ് പറഞ്ഞു, നിന്നെ എനിക്ക് വേണം. ഞാൻ തിരിച്ചു ചോദിച്ചു, എന്തിനാണ് എന്നെ നിനക്ക്? എനിക്ക് കിട്ടിയ മറുപടിയാണ്, അനവധി പേര് നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. അന്ന് രാത്രി എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ ഭാര്യ പറയുന്നത്, ഈ ബഹളത്തിൻ്റെ ഇടയിൽ ചേട്ടന് ഭ്രാന്തായെന്ന് വിശ്വസിച്ചിട്ട് അവൾ 3 കുഞ്ഞുങ്ങളെ മാറോട് കെട്ടിപ്പിടിച്ച് കട്ടിലിൽ ഒരു അറ്റം പോയിരുന്നു. ഭ്രാന്താണോ? ഇനി ഉണർന്നു വന്നാൽ അടുത്ത് എന്താണ് സംഭവിക്കുന്നതോ ഒന്നും അറിയത്തില്ല. ആരോടാണ് സംസാരിക്കുന്നത് അറിയത്തില്ല. ഭയങ്കര തർക്കങ്ങൾ നടക്കുന്നു. എന്നാൽ ആ രാത്രി സംഭവിച്ചത്, നിന്നെ എനിക്ക് വേണം, അനവധി പേരെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ നിന്നെ എനിക്ക് ആവശ്യമുണ്ടെന്ന ശബ്ദം കേട്ട് ആ പരമ്പിൽ ഞാൻ
ഉറങ്ങിപ്പോകുവാനിടയായി തീർന്നു. സത്യത്തിൽ ആ നിലത്ത് ഞാൻ കിടന്നു. ആ നിലത്ത് കിടന്ന് എൻ്റെ ഭാര്യ എന്നെ വിളിച്ചില്ല. രാത്രി ഞാൻ ഉണർന്നില്ല. നേരം വെളുത്തിട്ട് ഞാൻ ഉണരാത്തത് കൊണ്ട് എൻ്റെ ഭാര്യ എൻ്റെ അമ്മയുടെ അടുക്കലേക്ക് പോയി പറഞ്ഞു, ഇന്നലെ രാത്രി ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായി, ചേട്ടനെ ആരോടൊക്കെ തർക്കിച്ചു, ഇതുവരെ ഉണർന്നിട്ടില്ല. എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. അവൾ പേടിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. എനിക്ക് ചായ ഇട്ടിട്ട് അവരെന്നെ വിളിച്ചുണർത്തി. ഞാൻ അവരോട് സംസാരിക്കുന്നില്ല. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിനകത്തൊരാഗ്രഹം, ഇന്നലെ പോയ കൂട്ടായ്മയിലേക്ക് കടന്നു പോകണം. ഞാൻ ചില സമയങ്ങൾ മൗനമായിരുന്നിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ഇന്നലെ മീറ്റിംഗ് നടന്ന ആ സ്ഥലത്തേക്കൊന്ന് പോകാം. എൻ്റെ ഭാര്യയ്ക്ക് ഒരു അത്ഭുതം പോലെ തോന്നി. അവൾ പോകാമെന്ന് സന്തോഷത്തോടെ പറഞ്ഞു. ഞാൻ പോകാൻ വേണ്ടി കുളിച്ച് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തലേ ദിവസം കണ്ട വ്യക്തിയെ, രാത്രി കണ്ട വ്യക്തിയെ പകല് കാണുവാനിടയായി തീർന്നു. പെട്ടെന്ന് എന്നോട് പറയുന്നു, പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് ഷർട്ട് ഇട്ടുകൊണ്ടെന്ന് ഞാൻ ആ നിപ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബട്ടൻസുകൾ പോലും ഇട്ടിട്ടില്ലായിരുന്നു. എന്നോട് വീണ്ടും ആ ശബ്ദം പറയുന്നു, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക. ഞാൻ കട്ടിലിൻ്റെ കാലിൽ 2 കൈയും മടക്കി വെച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് വീണ്ടും ഞാനൊരു ശബ്ദം കേൾക്കുന്നു, ഈ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക. ഞാൻ സഡനെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആമേൻ, എൻ്റെ മുമ്പിൽ ചില കാഴ്ചകൾ ഞാൻ കാണുവാനിടയായി തീർന്നു. ഞാനൊരു സ്റ്റേജിൽ നിൽക്കുന്നു. ഒരു ബ്ലൂ കളർ ഷർട്ട്, ഒരു ബ്ലാക്ക് പാൻറ്, ഒരു കോർഡിലെസ് മൈക്ക് പിടിച്ച് ഞാൻ ശുശ്രൂഷിക്കുന്നു. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരു തമിഴ്നാടിൻ്റെ പ്രദേശമാണെന്ന്. ഒത്തിരി ജനങ്ങൾ എൻ്റെ മുമ്പിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത്, ഒത്തിരി ദുരാത്മശക്തികൾ ശരീരങ്ങളിൽ നിന്ന് ഇളകിപ്പോകുന്നത്, അസാധാരണകരമായ സൗഖ്യങ്ങളും ഞാൻ ആ കാഴ്ചയിൽ കാണുവാനിടയായി തീർന്നു. ആമേ, കൃപയാൽ ഇന്ന് തമിഴ്നാടിൻ്റെ പ്രദേശത്ത് ദൈവം ഞങ്ങളെ ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ആ കാഴ്ച കണ്ടു. പെട്ടെന്നൊരു ശബ്ദം എൻ്റെ ചെവിയിൽ കേട്ടോ, പ്രാർത്ഥന നിർത്തുക. ഞാൻ പ്രാർത്ഥന നിർത്തി. എന്നോട് പറഞ്ഞു, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം വായിക്കുക. ആ ശബ്ദം 2 പ്രാവശ്യം ആവർത്തിച്ചു. ഞാൻ ബൈബിൾ എടുത്തു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ മറിച്ചു. എനിക്ക് കൊരിന്ത്യ ലേഖനം കിട്ടിയില്ല. ആ സമയത്ത് എൻ്റെ ഭാര്യ കടന്നു വന്നു. ഒരിക്കലും ഇല്ലാതെ ഞാൻ ബൈബിൾ മറിക്കുന്നത് കണ്ട് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. വീണ്ടും എൻ്റെ ഭാര്യ കേട്ട്, ചേട്ടൻ എന്താ ചെയ്യുന്നത്, എന്താ നോക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. വീണ്ടും ഞാൻ മറിച്ചു. എനിക്ക് കൊരിന്ത്യ ലേഖനം കിട്ടിയില്ല. എൻ്റെ ഭാര്യ ശാന്തമായി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടൻ എന്താണ് സൂക്ഷ്മത്തോടെ നോക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. 3 പ്രാവശ്യം ഞാൻ മറിച്ചിട്ട് എനിക്ക് അതിനകത്തുനിന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം കിട്ടിയില്ല. ഞാൻ എൻ്റെ ഭാര്യയോട് അവൾ വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കൊന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം എടുത്തു തരാൻ പറഞ്ഞു. എൻ്റെ ഭാര്യ അതിശയത്തോട് ചോദിച്ചു, അതെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനവും 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനവും ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം എടുത്തു തന്നു. ഞാനത് വായിച്ചു. 3 വട്ടം ഞാൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചപ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ചു, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ, അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആരോ എന്നോട് പറയുന്നത് പോലെ തോന്നി, ശ്രേഷ്ഠ വരങ്ങളെക്കുറിച്ച് വാഞ്ചിക്കുക, ശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിനക്ക് കാണിച്ചു തരാം. അന്ന് ഞാൻ സന്തോഷത്തോടെ ആരാധനയ്ക്ക് കടന്നുപോയി. ആരാധനയിൽ പങ്കെടുത്തു. ആരാധന തീർന്നു വരുന്ന സമയം, ആശീർവാദം പറയുന്ന സമയത്ത് വൈകുന്നേരം 5 മണിക്ക് പെട്ടെന്ന് ദൈവദാസൻ പറഞ്ഞു, ആരാധന നിർത്താൻ കഴിയുന്നില്ല, ഭയങ്കരമായൊരു ദൈവസാന്നിധ്യം വെളിപ്പെടും, ദൈവം എൻ്റെ ഉള്ളിൽ സംസാരിക്കുന്നു, എല്ലാവരും കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞു. ആശീർവാദം സമയം പറയുന്ന സമയമായതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. ഞാൻ എല്ലാവരെയും നോക്കി, എല്ലാവരും കണ്ണടച്ചിരിക്കുകയായിരുന്നു. വീണ്ടും വീണ്ടും ദൈവദാസൻ ആവർത്തിക്കുന്നു, എല്ലാവരും കണ്ണടയ്ക്കുക. എനിക്ക് മനസ്സിലായി, എന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് എല്ലാവരും കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞത്. കാരണം എല്ലാവരും കണ്ണടച്ച് നിൽക്കുന്നത് ഞാൻ നോക്കി. ഞാൻ മാത്രമാണ് കണ്ണടയ്ക്കുന്നത്. എനിക്കൊരാഗ്രഹം, ഇവിടെ എന്തോ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞതുകൊണ്ട് എന്താണെന്ന് കാണണം. പക്ഷേ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു തൂവാല, ഒരു കുപ്പായം വന്ന എൻ്റെ മേൽ വീഴുന്നത് പോലെ എൻ്റെ തലയിലൂടെ പാദം വരെ വീഴുന്നത് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ തറയിൽ നിന്ന് ജമ്പ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് എന്നെ നിലത്തേക്ക് എടുത്തടിച്ചു. ഞാൻ നിലത്ത് കിടന്ന് ഉരുണ്ട് ചാടി എണീറ്റപ്പോൾ ഞാൻ അന്ന് വരെ വിശ്വസിച്ചിട്ടില്ലാത്ത അന്യഭാഷയുമായി ഒരു പാട്ട് പാടി ഞാൻ ആ ദൈവദാസൻ്റെ ആ ഭവനത്തിൻ്റെ ഹോളിനകത്ത് കിടന്ന് ഓടാൻ തുടങ്ങി. 70ഓളം വരുന്നവർ എല്ലാവരും കണ്ണടച്ച് നിന്നപ്പോൾ ഞാൻ മാത്രം കണ്ണ് തുറന്ന് നോക്കിക്കൊണ്ടിരുന്നു. അടുത്ത് സംഭവിച്ചത് 70ഓളം പേർ കണ്ണ് തുറന്ന് ഞാൻ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് ഏകദേശം 5 മിനിറ്റോളം ഞാൻ അന്യഭാഷയിൽ പാടി ഓടി ദൈവത്തെ സ്തുതിക്കുന്നത് അവർ നോക്കിക്കൊണ്ട് നിൽക്കുവാനിടയായി തീർന്നു. അന്നു മുതൽ ദൈവസാന്നിധ്യം എൻ്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. എൻ്റെ സ്വഭാവങ്ങൾ മാറാൻ തുടങ്ങി. ഞാൻ ദൈവത്തിന് വേണ്ടി സമയവും ജീവിതവും പൂർണ്ണമായി സമർപ്പിച്ചു. അന്നൊരു തീരുമാനമെടുത്ത്, ഇനി ഞാൻ ഒരു ജോലിയും ചെയ്യുന്നില്ല, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും.
അപ്പോൾ 2008 നവംബർ മാസം 10-ാം തീയതി അന്ന് മുതൽ ഞാൻ എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുവാനിടയായി തീർന്നു. കൃപയാൽ ദൈവം എന്നെ മാനിച്ചു, അനുഗ്രഹിച്ചു. ദൈവം നെയ്യാറ്റിൻകരയിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ തന്നു, തമിഴ്നാട് തന്നു, പെരുങ്കിടവള എന്ന് പറയുന്ന സ്ഥലത്ത് തന്നു. ഒത്തിരി അഭിഷിക്തന്മാരെ കർത്താവിൽ പുറത്തു കൊണ്ടുവരുവാൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ദൈവം എന്നെ സഹായിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ പെനീനയുടെ കുത്തുവാക്കിൽ മടുത്തു പോകാതെ ഹന്ന ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. 10-ാം വാക്യത്തിൽ ആലയത്തിൽ ഹന്ന മനോവസനത്തോടെ പ്രാർത്ഥിച്ചു. 20-ാമത്തെ വാക്യത്തിൽ ഹന്നായെ ദൈവം ഓർത്തു. ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നമെന്തെന്നല്ല, എത്ര വലിയ പ്രശ്നത്തിൻ്റെ നടുവിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കേൾക്കുകയും ഓർക്കേണ്ട സമയത്ത് ഓർക്കുകയും മറുപടി തരേണ്ടുന്ന സമയത്ത് മറുപടി തരികയും ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തും. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിച്ചും ശ്രേഷ്ഠകരമായ ജീവിതം ആഗ്രഹിച്ചും ദൈവത്തിനൊപ്പം നടന്ന സാബുലാൽ ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവും സഞ്ചാര സുവിശേഷകൻ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിതം തുടരുകയും ചെയ്യുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര തൊഴുക്കൽ സ്വദേശി സാബുലാലിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. ആശ്വാസമീശു ആശ്രയ